ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല സൂപ്പറായിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് വഴുതനങ്ങയും കുറച്ച് പൊട്ടറ്റോ ഒരു പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്തെടുത്ത് സ്പെഷ്യൽ മസാല ചേർത്തുണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻ വിഭവമായ ആലു ബേങ്കിനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും ചോറിനും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതിനു വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കണം. ഉരുളക്കിഴങ്ങ് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യാതെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഏകദേശം ഈ ഒരു സൈസിൽ പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ പൊട്ടറ്റോ എല്ലാം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വഴുതനങ്ങയും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ വഴുതനങ്ങ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വലുതായിട്ട് കട്ട് ചെയ്യാമെന്ന് പറയുന്നത്. കട്ട് ചെയ്ത വഴുതനങ്ങയും പൊട്ടറ്റയും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ഇരിക്കും തോറും കറുത്തു പോകാൻ ചാൻസ് ഉണ്ടേ. ഇനി ആവശ്യത്തിന് മല്ലിയിലയും 2 ചെറിയ തക്കാളി അരിഞ്ഞതും മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഈ വറുത്തെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി പൊട്ടറ്റോ ഒരു ലൈറ്റ് ഗോൾഡ് കളർ ആവുന്നതുവരെ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. പൊട്ടറ്റോ എല്ലാം ഒരു ലൈറ്റ് ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അതേ എണ്ണയിൽ തന്നെ വെള്ളം വരാൻ വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വഴുതനങ്ങ ഒരുപാട് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്താൽ മതിയേ. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി തൂക്കി കൊടുക്കുന്നുണ്ടേ. വഴുതനങ്ങ എണ്ണയ്ക്കിടന്ന് ലൈറ്റായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടേ. ഇനി എണ്ണയിൽ നിന്ന് കോരി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ പൊട്ടറ്റോയും വഴുതനങ്ങയൊക്കെ വറുത്തെടുത്ത എണ്ണ തന്നെ ഒരല്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് 5-6 വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയിൽ നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്കും അതിലോട്ട് 2 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 2 ചെറിയ പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ടേ. സവാള ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. പച്ചമുളകും സവാളയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പാൻ അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കം കൂടെ വേണം കേട്ടോ. അങ്ങനെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും മസാലക്കൂട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഒരുപാട് ഉടഞ്ഞു പോകാതെ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. ഇനി പൊട്ടറ്റോയിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കാം. പൊട്ടറ്റോയിൽ മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയം പ്രത്യേക ഒരു കൊതി പിടിപ്പിക്കുന്ന മണം വരും കേട്ടോ. നല്ല ചൂട് അയൺ പാത്രത്തിൽ ആ പൊട്ടറ്റോ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി ഇത് ഒരുപാട് ഡ്രൈ ആകരുത്. അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി വെള്ളം ഞാൻ തളിച്ചു കൊടുക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ മസാലയും ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോയിൽ നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാൻ. ഇനി വഴുതനങ്ങയും പൊട്ടറ്റോയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വഴുതനങ്ങ ഏറ്റവും അവസാനം മാത്രമേ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള ആലു ബേങ്കിൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ പൊട്ടറ്റോയും വഴുതനങ്ങയും ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇത് സൂപ്പറാണ്. കുറച്ച് വഴുതനങ്ങയും പൊട്ടറ്റോയും കിട്ടുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുടെ മണവും ടേസ്റ്റും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം കൂടെ പറയണേ. അപ്പം മറ്റൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.